1971 ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്തു, വിജയം നേടി. ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂർ ഒരു പൂർണ്ണമായ യുദ്ധമല്ലെങ്കിലും നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തു, നേടേണ്ടത് നേടി. ഈ രണ്ട് സംഭവങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ 1971 നമുക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, കോട്ടങ്ങൾ എന്തൊക്കെയാണ്? അത് അന്ന് ആ യുദ്ധം കൊണ്ട് ഈ ലോക ഭൂപടത്തിൽ വന്ന മാറ്റം ഒക്കെ പൊതുവെ പറയാറുണ്ട്. അതിനുപരിയായിട്ട് സമ്പദ് വ്യവസ്ഥയെ അതെങ്ങനെ ബാധിച്ചു? ഇപ്പോഴിതാ അന്നത്തെ യുദ്ധ ചെലവുകളും മറ്റു നിരവധി കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇന്നിപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ വളരെ സമർത്ഥമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തു, നേടി. ഈ 71-ഉം 25-ഉം 1971-ഉം 2025-ഉം തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഈ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്താണ് ഇതിൻ്റെ ആകത്തുക? ഇപ്പോൾ ഒരു 1971 ഒരു ട്രിഗർ എന്താണെന്ന് നമ്മൾ നോക്കണം. ഒരു യുദ്ധം ചെയ്യുന്നതിന് ഒരു ട്രിഗറുണ്ട്, അതെ, ഒരു കാരണമുണ്ട്. അപ്പോൾ അന്നത്തെ കാരണം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഹ്യൂമാനിറ്റേറിയൻ ഒരു കോണ്ടെക്സ്റ്റിലാണ്. അതായത് ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങളെ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിലെ ജനങ്ങളെ പഞ്ചാബികളായ പാകിസ്ഥാനികൾ ഉപദ്രവിക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് വേട്ടയാടുന്നു, പലായനം നടക്കുന്നു, പ്രവാഹം, ഏതാണ്ട് 1 കോടിയോളം ബംഗ്ലാദേശികൾ ഭാരതത്തിലേക്ക് വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ ഇടപെട്ട് ഒരാവശ്യമാണോ അനാവശ്യമാണോ എന്നുള്ളതിനെ പറ്റി ചെയ്യാൻ നിർബന്ധിതരായി. അത് നിർബന്ധമാണോ അല്ലയോ എന്നുള്ളതൊന്നും ഒരു ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ചർച്ചയല്ല. എന്തായാലും നമ്മുടെ ആ ട്രിഗറാണ്. അതിൻ്റെ ട്രിഗർ എന്ന് പറയുന്നത് കൂടുതൽ ഇന്ന് നോക്കിയാലും അതൊരു ഹ്യൂമാനിറ്റേറിയൻ റീസൺസ് ആണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് ഭാരതത്തിനൊരു ഒരു വലിയ ഒരു ലെവലിലേക്കുള്ള ഒരു ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരു ചെസ് തമ്പിങ്ങിന് വേണ്ടിയിട്ടും മറ്റുമൊക്കെ ചെയ്താവാം ഒരു പക്ഷേ. അതിൻ്റെ നമുക്ക് ഇന്നതല്ല. ഇന്നത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പുൽവാമയാകട്ടെ, ഉറിയാകട്ടെ, ഇങ്ങനെയുള്ള അതിന് മുമ്പ് ഉള്ള ബോംബെയിലെ ടെറർ അറ്റാക്ക് ആകട്ടെ, അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്രിട്ടിക്കൽ സമയങ്ങളിൽ മിലിറ്റൻസിൻ്റെ, ടെററിസ്റ്റിൻ്റെ ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ ഒരു വളരെ ശക്തമായ ഒരു തിരിച്ചടി നടക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത് വളരെ കാര്യമായിട്ട് പറഞ്ഞിരുന്നു, ഇത് ചെയ്യരുതെന്നും, താക്കീത് കൊടുത്തു, ബാലാക്കോട്ട് ഉണ്ടായിരുന്നു, സർജിക്കൽ സ്ട്രൈക്സ് ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഇതുമായി മനസ്സിലാക്കാൻ, അതായത് പാകിസ്ഥാനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരുടെ ഇവിടെ ഒരു അൺട്രസ്റ്റ് ഉണ്ടാക്കുക, ചൊറിയാൻ വരും. അപ്പോൾ ഒരു അൺനെസസറി ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു നേഷൻ്റെ ആഹാരം കഴിക്കുന്നതിനെക്കാട്ടിലും ഭാരതത്തിൽ ചൂണ്ടിക്കാണി അറ്റാക്ക് പറയുന്നു എന്നൊക്കെ ഉള്ള രീതിയിലായി. അപ്പോൾ ഈ ട്രിഗർ എന്ന് പറയുന്നത് നമുക്കറിയാം. ആ ഒരു ഹിമാൻഷി നർവാൾ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ഇരിപ്പ് ഇന്നും ഭാരതത്തിലെ ആളുകളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതെ. അപ്പോൾ അവരുടെ ആ കുട്ടിയുടെ ഒരു ഹണിമൂൺ ട്രിപ്പിനുണ്ടായ അവരുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ നിർദ്ദയം വെടിവെച്ച് കൊല്ലുന്ന ആ ഒരു സീനും അവിടെ ഇരിക്കുന്ന ഒരു ഇരിപ്പും എല്ലാം ആ ഒരു ആഴത്തിൽ ലോകത്തെ മുഴുവനും കരയിച്ചു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഇപ്പം മലയാളിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം നമുക്കിപ്പോൾ സിറിയയിലെ കുട്ടിയുടെ മുഖമൊക്കെ കണ്ടാലും നമുക്ക് വിഷം പോകുന്നുള്ളൂ. എന്തായാലും ഇത് നമ്മുടെ ഒരു ആർമി എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയും അതുപോലെ തന്നെ ഇന്നത്തെ ഭരണകൂടത്തെയും വളരെ ശക്തമായി സ്വാധീനിക്കുകയും ഇതിന് ശക്തമായ മറുപടി നൽകുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ട്രിഗർ എന്ന് പറയുന്നത്. അപ്പോൾ 71 ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് ട്രിഗറാണ്. നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഡയറക്റ്റ് ആക്ഷൻ ആയിരുന്നു അത്. അപ്പം പിന്നെയുള്ള എന്താ, നമുക്കൊരു 3-4 ഇതായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതുകൊണ്ടുണ്ടായുള്ള എയിം എന്താണ്? അപ്പം ട്രിഗർ നമ്മൾ പറഞ്ഞു. നമുക്ക് ഒന്ന് ഈ പറയുന്ന ആളുകളുടെ ഇൻഫ്ലക്സ്, ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകളുടെ അതിൻ്റെ ഒരു കോസ്റ്റ് ഉണ്ടായി.
അപ്പോൾ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഇതുണ്ടായി, നമുക്ക് മേ ബി പൊളിറ്റിക്കലോ ജിയോഗ്രഫിക്കലോ ആയിട്ടുള്ള റീസൺസ് ഉണ്ടായി. പക്ഷേ മോസ്റ്റ്ലി ഇമ്മീഡിയറ്റ് അല്ല. ഇതെന്ന് പറയുന്നത് നിരന്തരമായി നമ്മുടെ ആളുകളെ വധിക്കുന്നതും ടെറർ ഉണ്ടാക്കുന്നതും അൺറസ്റ്റ് ഉണ്ടാക്കുന്നതും ഒരു നിരന്തര ശല്യമായി മാറിയ ഒരു ഇതാണ്. അതാണ് ഇതിൻ്റെ ഒരു തലവേദനയായി മാറി. അപ്പോൾ അതും 22 ഏപ്രിലിൽ ഹിന്ദുക്കളെ തിരഞ്ഞെടുത്ത് മതം നോക്കി ഒരു വധ നടത്തി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ട്രിഗർ. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് തന്നെ തിരിച്ചടിക്കാനുള്ള ഒരു ഇതുണ്ടായത്. അപ്പം വളരെ ഡയറക്റ്റാണ്, വളരെ നമ്മളെ ബാധിക്കുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള ഒരു ട്രിഗറാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ. ഇനി നമ്മൾ നോക്കിയിട്ട് എന്തായിരുന്നു അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ എയിം. പൊളിറ്റിക്കൽ എയിം ഈ പറയുന്ന പോലെ ബംഗ്ലാദേശിനെ ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു 71-ൽ. അപ്പോൾ അത് 2 കഷ്ണമാക്കി പാകിസ്ഥാൻ്റെ ശല്യം ഇല്ലാതാക്കുക, അവരൊരു സ്വതന്ത്ര രാഷ്ട്രമാക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ലുക്കിംഗ് ബാക്ക് നമ്മുടെ ഒരു അധിനിവേശ പ്രവിശ്യയായിട്ട് വച്ചേക്കണമായിരുന്നു, അവരെ ഒരു അണ്ടർ കൺട്രോളിൽ വെച്ചേക്കണമായിരുന്നു എന്നൊക്കെ ഉള്ളതൊരു ചർച്ചയുണ്ട്. ഇപ്പം നമുക്കറിയാം ഈ ഇത് അവർ നമുക്ക് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എനിവേ ദാറ്റ്സ് ഫൈൻ. അപ്പോൾ അതിൻ്റെ എന്താണ് എയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന നമ്മുടെ ഒരു ഡയറക്റ്റ് ബെനിഫിറ്റിനല്ലായിരിക്കാം, അല്ലെങ്കിൽ മേ ബി ഒരു പൊളിറ്റിക്കൽ ബെനിഫിറ്റിനാകാം. എന്തായാലും ഇതിനെ 2 ആയിട്ട് വിഭജിച്ച് നമ്മളൊരു ശല്യം തീർക്കുക. മറ്റത് അങ്ങനെയല്ല, ഒരു ക്രോസ് ബോർഡർ ടെററിസത്തിനെ പണിഷ് ചെയ്യുക, ശിക്ഷിക്കുക. അത് വളരെ ശക്തമായ ശിക്ഷ. പലപ്പോഴും നമ്മൾ പറഞ്ഞു ചെറിയ അറ്റാക്കുകൾ ചെയ്തു, പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കുകളൊക്കെ കൊടുത്തു നോക്കി. അപ്പം പക്ഷേ ഇത് അങ്ങനെ ഒന്നും അടങ്ങുന്നതല്ലെന്നും വളരെ ശക്തമായ ഇൻ്റർവെൻഷൻ വേണമെന്നുള്ളത് തന്നെയാണ് ആ ഒരു പൊളിറ്റിക്കൽ എയിം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ. പിന്നെയുള്ള എന്താണ് അതിൻ്റെ ഒരു ക്യാമ്പയിൻ. അപ്പോൾ ക്യാമ്പയിൻ മറ്റേതെന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ വാർഫെയർ തന്നെയായിരുന്നു. അതിനകത്ത് ഒരു മൾട്ടി ഫ്രണ്ട് ലാൻഡ് എയർ സീ ഒഫൻസീവായിരുന്നു. അത് ഈസ്റ്റിലും ഹോൾഡിംഗ് ഓപ്പറേഷൻസിൻ്റെ വെസ്റ്റ് ബി 2 സൈഡിൽ നിന്നുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓൾറൗണ്ട് ഇതായിരുന്നു. അതേസമയം ഈ പ്രാവശ്യത്തെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു നോൺ കോണ്ടാക്റ്റ്, ഒരു തമ്മിൽ നേരിട്ടുള്ള യുദ്ധമല്ല, ഒരു ലിമിറ്റഡ് പ്യൂണിറ്റീവ് സ്ട്രൈക്ക് എന്നാണ് അതിന് പറയുന്നത്. വളരെ പ്രിസിഷനായിട്ടുള്ള കൃത്യമായ ലക്ഷ്യം നിർണയിച്ച് അതായത് 9 ടാർഗറ്റ്സിനെ ലക്ഷ്യമാക്കി സ്റ്റാൻഡ് ഓഫ് മിസൈൽസ് വെച്ചും ഡ്രോൺസ് വെച്ചും അറ്റാക്ക് ചെയ്യുക, അവനെ തീർക്കുക വളരെ ഷോർട്ട് പീരീഡിൽ. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്ത അന്ന് MiG-21, 27, ഹണ്ടേഴ്സ്, നാറ്റ് ഇങ്ങനെയുള്ള ഇതാണെങ്കിൽ ഇന്ന് റഫാൽ യൂസ് ചെയ്തു, ആൽപ്പൻ ഹാമർ മിസൈൽസ്, പ്രിസിഷൻ ഗൈഡഡ് മിസൈൽസ്, ബ്രഹ്മോസ്, സൂപ്പർസോണിക്, അതുപോലെ കാമക്കാസി ഡ്രോൺസ്, ഇങ്ങനെയൊക്കെ പറയുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി പ്രിസിഷൻ വച്ചിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു. ഒരു സയൻറ്റിഫിക്. അതാണ് ഒരു പക്ഷെ പലരും പറയുന്നത് നമുക്ക് കമ്പയർ ചെയ്യാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. 71-25. പക്ഷേ നമുക്കിപ്പോൾ കമ്പാരിസൺ വേണം എന്നുള്ളൊരു നിലയിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ആളുകൾ 71-ൽ വിജയമായിരുന്നുവെന്നും എന്നാൽ ഇന്ന് 25-ൽ എന്ത് വിജയമാണോ എന്നും ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കമ്പാരിസൺ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതുപോലെ ഈ പറയുന്ന വളരെ ലേറ്റസ്റ്റ് ആയിട്ടും പവർഫുള്ളായിട്ടും പൊട്ടൻറ്റുമായിട്ടുള്ള S-400 ഉൾപ്പെടെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ ഉപയോഗിച്ച് മിനിമൽ കോണ്ടാക്ട്, ഒരു നേരിട്ടുള്ള യുദ്ധമല്ലാതെ അവരുടെ ആ പറയുന്ന സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആ ടെറർ സൈറ്റ്സും നാളെ തിരിച്ചറ്റാക്കി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് പോലെ. അപ്പോൾ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടായി. അതിനകത്ത് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്ന എയർഫീൽഡുകളിൽ ക്രേറ്റേഴ്സ് ഉണ്ടാക്കി, ടെറർ സൈറ്റ്സ് എല്ലാം ബോംബ് ചെയ്തു, അവരെ ഇല്ലാതാക്കി. ഇനി അത് റീക്രിയേറ്റ് ചെയ്ത് വരണമെങ്കിൽ ഇനി ഒരു ജനറേഷൻ പോയി. അടുത്ത 15-20 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ഒരു പുതിയ ഒരു കോർ ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരാൻ ഒക്കുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവലോകനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ഞാൻ നോക്കിയത് ഈ സോഴ്സസ് വെച്ചിട്ടാണ്. അതായത് നമുക്ക് കിട്ടുന്ന ഈ നമ്മുടെ ഓരോ ഇതിലും പബ്ലിഷ്ഡ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്നെടുത്ത ഡേറ്റയാണ് ഞാൻ നിങ്ങളോട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഏതാണ്ട് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ 2025-ൽ നമ്മൾ ഏതാണ്ട് 40 കോമ്പാക്ട് എയർക്രാഫ്റ്റ്, മിസൈൽ ബാറ്ററീസ്, സൈബർ ISR അസറ്റ്സ്,
നോ ട്രൂപ്പ് ഇൻഗ്രസ് ആണ്. ട്രൂപ്പുകളെ നമ്മൾ ഇത് ചെയ്തിട്ടില്ല, എൻഗേജ് ചെയ്തിട്ടില്ല. അതായത് മിലിറ്ററിയിൽ അല്ലെങ്കിൽ ആർമിയുടെ ഒരു അധിനിവേശം ഉണ്ടായിട്ടില്ല. ഒരു ട്രൂപ്പ് ഇൻഗ്രസ് എന്നാണ് അതിന് പറയുന്നത്. അത് ഉണ്ടാകാതെ, എന്നാൽ മറ്റതങ്ങനല്ല. 75,000 ഗ്രൗണ്ട് ട്രൂപ്പുകളെ വച്ച് ഏതാണ്ട് 3 കോർ ഈസ്റ്റേൺ നേവൽ കമാൻഡ് ഫുൾ AF. അപ്പോൾ 3 ഈ പറയുന്ന നമ്മുടെ ഡിഫൻസ് സെഗ്മെൻറ്റ്സിലെയും ആളുകളെ യൂസ് ചെയ്ത് ഒരു വലിയ തോതിലുള്ള ഒരു യുദ്ധം ആണ് നമ്മൾ നടത്തിയിരുന്നത്. അപ്പോൾ ഇത് വളരെ ടാർഗറ്റഡ് പ്രിസിഷൻ. അത് ആളുകളുടെ കൺവെൻഷണൽ വാർഫെയർ. അപ്പോൾ നമുക്ക് എന്തായിട്ട് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എത്രയാണ്? ഈ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അന്ന് ഏതാണ്ട് 13 ദിവസമാണ്. 3 മുതൽ 16 ഡിസംബർ 1971. ഇതാണ് റെക്കോർഡഡ് ആയിട്ട് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിലും റെക്കോർഡ് ചെയ്തിട്ടുള്ള ഡ്യൂറേഷൻ. എന്നാൽ ഇന്ന് 72 മണിക്കൂറാണ് ഈ ടോട്ടൽ ഓപ്പറേഷൻസിൻ്റെ ഡ്യൂറേഷൻ. അവിടെ നമുക്ക് നഷ്ടങ്ങളുണ്ട്. എത്രയാണെന്ന് പറഞ്ഞാൽ ഏതാണ്ട് അന്ന് 3500ഓളം ഭാരതീയരും ഒരു 5000ഓളം പാകിസ്ഥാനി സോൾജേഴ്സും മരിച്ചു എന്നാണ് കണക്ക്. ഏതാണ്ട് 90,000 പാക് പ്രിസണേഴ്സ് ഓഫ് വാർ നമ്മൾ പിടിച്ചു. 93,000 പേരോളം നമ്മൾ പിടിച്ചിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇന്ന് 5 പേരാണ് KIA എന്ന് പറയുന്നത്, കിൽഡ് ഇൻ ആക്ഷൻ എന്നാണ് പറയുന്നത് നമ്മുടെ സൈഡിൽ നിന്ന്. അതേസമയം വൂണ്ടഡ് ഇൻ ആക്ഷൻ എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. എനിക്ക് തോന്നുന്നത് അത് സിവിലിയൻ ആയിട്ടുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നഷ്ടങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ 100-ൽ പരം ടെററിസ്റ്റുകൾക്ക് ജീവഹാനി ഉണ്ടായി എന്നാണ് കണക്ക്. ഇതിലും കൂടുതലായിരിക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന അവരുടെ ഒരു കണക്കനുസരിച്ച് 100 പേരിൽ കൂടുതൽ ടെററിസ്റ്റുകൾ ഇതിൻ്റെ, അതും വളരെ ഈ ടെററിസ്റ്റ് ലീഡേഴ്സിൻ്റെ ഫാമിലീസിൽ തന്നെ 14 ആളുകൾ മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ടെറിട്ടോറിയൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പാകിസ്ഥാൻ രണ്ടായി, പ്രത്യേകിച്ച് ജോഗ്രഫിക് ചേഞ്ച് ഒന്നും അന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ റെജീം മാറി എന്നല്ലാതെ പ്രത്യേകിച്ച് ടെറിട്ടറി കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അന്നത്തെ യുദ്ധം ഈ കശ്മീരിൻ്റെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതും അല്ലായിരുന്നു. പക്ഷേ ഈ പറയുന്ന ഇപ്രാവശ്യവും നമ്മൾ അതിനു വേണ്ടിയിട്ടും അല്ല. ഇപ്രാവശ്യവും അങ്ങനെയല്ല. നമ്മുടെ ഇൻട്രസ്റ്റ് ഇല്ല. അവിടെ നിന്ന് ഒരു യുദ്ധം ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ബോർഡറിൽ നിന്ന് ക്രോസ് ചെയ്ത് പോലും ചെയ്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ഒരു കോൾഡ് വാർ സമയത്താണ് നമുക്ക് 71 നടന്നിരുന്നത്. അപ്പോൾ US ചൈന ടിൽറ്റഡ് ടുവേർഡ്സ് പാകിസ്ഥാൻ, USSR ബാക്ക്ഡ് ഇന്ത്യ, ഒരു ഗ്ലോബൽ. അപ്പോൾ അങ്ങനെ ഒരു രീതിയാണ് സാഹചര്യം അതായിരുന്നു. എന്നാൽ ഇന്ന് ഒരു പോളറൈസ്ഡ് ആയിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. അപ്പം ഭാരതം അങ്ങനെ ചോദിച്ചുമില്ല ഇന്നാരും സപ്പോർട്ട് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഒരു ആത്മനിർഭരത നമ്മുടെ ആ ഒരു ഇതിനകത്തുണ്ടായിരുന്നു. അപ്പം നമ്മളാരും എതിർത്തുമില്ല, വളരെ വോക്കലായിട്ട് സപ്പോർട്ട് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഇസ്രായേൽ പോലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാഷ്ട്രങ്ങളല്ലാതെ US-ഉം രണ്ടുപേരും നമുക്കറിയാം എന്നൊക്കെ പറഞ്ഞതല്ലാതെ അതിനകത്തൊരു സപ്പോർട്ട് ബേസ് ആരും സ്ട്രോങ് ആയിട്ട് പറഞ്ഞില്ല. ഇസ്രായേലും റഷ്യയുമാണ് പിന്നെ ഒരു പരിധി വരെ. അതെ. അപ്പോൾ ഇപ്രാവശ്യം പക്ഷേ ഇതിനകത്ത് ഇസ്ലാമിക രാജ്യങ്ങളായ അസർബൈജാനും തുർക്കിയും പാകിസ്ഥാനെ ചൈന ഭാഗികമായിട്ട് പിന്തുണച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇതിൻ്റെ ഒരു ഡെറ്ററൻസും ഒരു ലെഗസി. അപ്പോൾ നമ്മൾ ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത് വളരെ ക്ലാരിഫൈ ചെയ്തു. ഫർദർ ടെറർ വന്നു കഴിഞ്ഞാൽ ഡെസിമേറ്റ് എന്നുള്ള വളരെ സ്ട്രോങ് ഇത് ചെയ്തു. ഇങ്ങനെ ഒരു യുദ്ധം നടത്തി ഇത്രയും ന്യൂക്ലിയർ ലീക്ക് വരെ സംഭവിച്ചിട്ടുള്ളൊരു സ്ഥലത്ത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഭാരതത്തിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. മറ്റേത് വാസ്തവം പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 71 വാർ കൊണ്ട് നമുക്ക് നഷ്ടങ്ങളല്ലാതെ ലാഭങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് 93,000 പ്രിസണേഴ്സ് ഓഫ് വാറിനെ പിടിച്ചു. നമ്മൾ നിരുപാധികം അവരെ തിരിച്ചു വിട്ടുകൊടുത്തു. പല ഏരിയാസും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഓക്കുപ്പൈഡ് ആയിട്ട് അവർക്ക് തിരിച്ച് നമ്മൾ മുന്നേറിയ സ്ഥലങ്ങൾ പോലും തിരിച്ചു കൊടുത്തു. സിംല കരാറും മറ്റുമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും
1971 വാറും ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ ദർ ഇസ് നോ കമ്പാരിസൺ. 2025 ഇസ് എ വിൻ ഹാൻഡ്സ് ഡൗൺ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് നമ്മൾ നോക്കണം. നമ്മളിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു കോസ്റ്റ് നമ്മൾ നോക്കണ്ടേ. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു ചെറിയൊരു ഒരു 1971 വാറിലെ ഇപ്പോഴത്തെ ഒരു CPI റേഷ്യോ ഏതാണ്ട് 49.6 ആണ്. അപ്പോൾ അന്ന് ഒരു ഒന്നാണെങ്കിൽ 49.6 ഇന്നത്തെ ₹1 ഇന്നത്തെ 49. അപ്പോൾ ഡയറക്റ്റ് മിലിറ്ററി ഔട്ട്ഗോ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് അന്ന് 1971 250 കോടി രൂപയാണ് നമ്മൾ ഡയറക്റ്റ് ഔട്ട്ഗോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 12,400 കോടി രൂപയാണ് അന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് യുദ്ധച്ചെലവുണ്ടായിട്ടുള്ളത്. ഇന്ന് 24 പ്രിസിഷൻ മിസൈൽസാണ് നമ്മൾ വിട്ടിരിക്കുന്നത്. ഈ 24 പ്രിസിഷൻ മിസൈൽസിൽ 6 ബ്രഹ്മോസ് ഏതാണ്ട് 34 കോടി രൂപ വില വരുന്നത്, 12 സ്കാൽപ്പ് 8.5 കോടി രൂപ, 6 ഹാമർ 1.5 കോടി രൂപ, എല്ലാം കൂടെ 356 കോടി രൂപയുടെ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇതും ഇന്ത്യ ഫ്രീ പ്രസ് ജേണൽ, വിക്കിപീഡിയ ഇങ്ങനെയുള്ള ഇതിൽ നിന്ന് വരുന്നതാണ്. ഇതിൻ്റെ ഒരു ആധികാരികത നമുക്കറിയില്ല. എന്തായാലും ഇതിനകത്തുനിന്ന് ഒരു വേരിയേഷൻ വന്നാലും എന്തായാലും 12,400 കോടി രൂപ എന്നുള്ള ആ ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഒരു 350-400 കോടി രൂപയ്ക്കകത്തുള്ള ചിലവാണ്. കാരണം അത്രയും ഡ്യൂറേഷനെ നമുക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണ് അതിൻ്റെ ഒരു എന്താണ് ഡിഫൻസ് മ്യൂണിഷ്യൻസ്. നമ്മളൊരു ഇത് നോക്കുന്നത് ഏതാണ്ട് S-400 ഇൻ്റർസെപ്റ്റേഴ്സും അതുപോലെ തന്നെ ആകാശ് തീർ ഡ്രോൺസ്, ഇത് എല്ലാം കൂടെ ചേർത്താൽ ഏതാണ്ട് 70 കോടി രൂപയുടെ ഒരു അഡീഷണൽ ചിലവ് വന്നിട്ടുണ്ട്. പ്ലസ് അന്ന് നമ്മൾ റെഫ്യൂജീസിന് വേണ്ടി ചിലവാക്കിയ ഒരു 525 കോടി രൂപയാണ്. വിച്ച് മീൻസ് ഏതാണ്ട് 26,000 കോടി രൂപയോളം അഡീഷണൽ നമുക്ക് ആ റെഫ്യൂജി ഇൻഫ്ലക്സിന് വേണ്ടി ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു റെക്കോർഡ് കണക്കിലാണ്. അപ്പോൾ അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്നത്തെ വില എന്ന് പറയുന്നത് ഏതാണ്ട് 26,000 കോടി രൂപയ്ക്ക് തുല്യമാണ്. അപ്പം 38,400 കോടി രൂപയാണ് അന്ന് നമ്മുടെ ഒരു ആവറേജ്, ഇന്നത്തെ ആവറേജിൽ ചിലവാക്കിയിരിക്കുന്നത്. ഇന്ന് 425 ഏതാണ്ട് 500-600 കോടി രൂപയ്ക്കകത്തുള്ള വളരെ ഷോർട്ട് പ്രിസിഷൻ സ്ട്രൈക്ക്. അത് ആ സ്ട്രൈക്ക് നടന്നത് നമ്മൾ ഈ നിയാസി സൈൻ ചെയ്തു എന്ന് പറയുന്നത് പോലെ, ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഞാനാണ് പറഞ്ഞതെന്ന് പറയുന്നത് പോലെ, ഇതാരും എന്ത് പറഞ്ഞാലും അവർക്ക് വളരെ സ്ട്രോങ് മെസ്സേജ് കിട്ടി. ഇന്ന് നമ്മുടെ പല സ്ട്രാറ്റജീസും സക്സസ് കാണുന്നുണ്ട്. വാട്ടർ ട്രീറ്റി ആണെങ്കിലും, നമ്മുടെ ഷിംല കരാർ അവർ റദ്ദ് ചെയ്തപ്പോഴത്തേക്കുള്ള നമുക്കുള്ള അഡ്വാൻറ്റേജ് ആണെങ്കിലും, ഇൻ്റർനാഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ പോലും നമുക്ക് എതിർപ്പില്ലാതിരുന്നത് പോലും കോസ്റ്റ് വൈസ് ആണെങ്കിലും, അപ്പം സാമ്പത്തികമായിട്ടാണെങ്കിലും നമ്മുടെ ഒരു തുലനം ചെയ്യുന്ന ഒരു രീതി നമ്മളിപ്പോൾ കാണുന്നത് ഈ പറയുന്ന ബിയോണ്ട് കമ്പയർ ആണ്. ഓപ്പറേഷൻ സിന്ദൂർ ഹാൻഡ്സ് ഡൗൺ. ഇതിനെന്തുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള ഈ പറയുന്ന ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമാണ് ഇതിൻ്റെ ഒരു എവിഡൻസസും മറ്റും പുറത്തു വിട്ടത്. അതേസമയം ചൈനയും പാകിസ്ഥാനും ഒക്കെ സോഷ്യൽ മീഡിയയിലും മറ്റും റിപ്പോർട്ടുകൾ ഒരു ഫാബ്രിക്കേറ്റഡും ഒരു ഫാക്ട് ചെക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫോൾസ് റിപ്പോർട്ട്സും മറ്റുമൊക്കെ പരത്തി ഇത് ടേക്കപ്പ് ചെയ്തത് മുഴുവൻ ഇൻ്റർനാഷണൽ ഇതും ഈ പറയുന്ന ആ ഒരു വോക്ക് ഒരു ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. പക്ഷേ ഒരു ആക്ച്വൽ കമ്പാരിസണിൽ ഭാരതത്തിന് 2025 എന്ന് പറയുന്നത് വേറൊരു കമ്പാരിസൺ പറ്റാത്ത ഒരു അൺബിലീവബിൾ ഒരു അൺപ്രീസിഡൻറ്റഡ് വിക്ടറി തന്നെയാണ് ഈ പറയുന്ന വളരെ ചെറിയ ചിലവിൽ നടത്തിയൊരു വിജയം. ചെറിയ ചിലവിൽ ചെറിയൊരു കാലയളവ് കൊണ്ട് വെറും 72 മണിക്കൂർ. എന്തായാലും ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചത് വളരെ വലിയൊരു നേട്ടമാണ്. എന്നാൽ ഇത്തരത്തിലൊരു ചർച്ച നമ്മുടെ രാജ്യത്ത് നടക്കുന്നില്ല. ഈ പറയുന്നത് പോലെ വെറും രാഷ്ട്രീയ ചർച്ചയാണ് പൊതുവെ നടക്കുന്നത്. 71 അങ്ങനെ ഉണ്ടായി, 25 ഇത്രയുണ്ടായി. എനിക്ക് മനസ്സിലായ കാര്യം 71 ഇന്ദിരാഗാന്ധി പുലിയായിരുന്നെങ്കിൽ 25 മോദി പുപ്പുലിയാണ് എന്ന് നമ്മുടെ ഈ ആധുനിക ഭാഷയിൽ പറയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.